എൻ്റെ പേര് സിസ്റ്റർ ബ്ലെസ്സി. ഏകദേശം ഒരു 15 വർഷമായി ഒരു അലർജി ഉണ്ടായിരുന്നു എനിക്ക്. സോപ്പ്, ഏത് സോപ്പ് തേക്കാനും എനിക്ക് ഭയങ്കരമായിട്ടും ചൊറിയും. പിന്നെ ഞാൻ സോപ്പൊന്നും തേക്കാതെ എണ്ണ മാത്രം തേക്കുന്നൊരു ശൈലിയിലേക്ക് വന്നു. അതും പറ്റണ്ടായി. പിന്നെ ചെറുപയർ ഉപയോഗിച്ചാൽ പറഞ്ഞു, അത് നോക്കി, എന്നിട്ടും രക്ഷയില്ല. അവസാനം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ടൊമാറ്റോ സോപ്പ് തേച്ചു. അപ്പോൾ കുറച്ച് നാളത്തേക്ക് അത് വലിയ കുഴപ്പമില്ല. പക്ഷെ അതൊന്നും കിട്ടാനുണ്ടായില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യും? എനിക്ക് കുളിച്ച് കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റില്ല. രാത്രി കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ ഉറങ്ങുക. കാരണം ചൊറിഞ്ഞ് പൊട്ടും. അങ്ങനെ കുറേ സോപ്പുകളുടെ ഒരു ശേഖരത്തിലാണ് ഞാൻ കഴിഞ്ഞിരുന്നത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് വേർപ്പൊട്ടും പറ്റില്ല. ചൂടത്ത് നിന്ന് കഴിഞ്ഞാൽ വേർപ്പ് കഴിഞ്ഞാൽ എന്നെ ചൊറിഞ്ഞ് മുഴുവനും ഇത് ഞാൻ ഹോസ്പിറ്റലുകൾ മുഴുവൻ പോയിട്ടുണ്ട്. എൻ്റെ ദേഹം മുഴുവനും അതിൻ്റെ ഇതുകൊണ്ട് ഞാൻ ജൂബിലി മിഷനിൽ പോയി ഏകദേശം അത് ആ പഴുപ്പൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു 50,000 രൂപ കളഞ്ഞിട്ടുണ്ട്. ഒരു അലർജിയാണിത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ കയറി വരുന്നത്. ഞാൻ ഇവിടെ വരുമ്പോൾ സത്യത്തിൽ കുറേയേറെ രോഗങ്ങളായിട്ടും ശാരീരികവും മാനസികമായിട്ടും കുറേ രോഗങ്ങളായിട്ടാണ് ഞാനിവിടെ കയറി വന്നിട്ടുള്ളത്. ഞാൻ പ്രത്യേകിച്ച് ഈശോയോടൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. ഈശോ എനിക്ക് അസുഖം മാറ്റി തരണം. കാരണം നമ്മൾ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചിട്ടൊന്നും നടക്കാതെ ഒരു 15 വർഷത്തെ അലർജിയാണ് ഞാനിത് സഹിച്ചുകൊണ്ട് നടന്നത്. ഇവിടെ വന്നു കഴിഞ്ഞ് ഞാൻ ചെയ്തായിരുന്നത് കുറേ ബോധ്യങ്ങൾ, ക്ലാസ്സുകളിൽ നിന്ന് കുറേ ബോധ്യം കിട്ടി, അച്ഛൻ്റെ ക്ലാസ്സിൽ നിന്ന്. കാരണം അങ്ങനെ ഞാൻ ശുശ്രൂഷയുടെ വിജയത്തിന് വേണ്ടിയിട്ട് മാംസം വേണ്ടാന്ന് വെച്ചു. പിന്നെ ഞാൻ ഒരു ദിവസം അങ്ങനെ വന്നപ്പോൾ തന്നെ എനിക്ക് ചൂട് കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ദേഷ്യ സ്വഭാവങ്ങൾ, എൻ്റെ സ്വഭാവത്തിലൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരുന്നതായിട്ട് കണ്ടു. പിന്നെ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇവിടെ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞു. പിന്നെ ചേച്ചിക്ക് ഇങ്ങനെ ദേഹം മുഴുവൻ ചൊറിയുന്നുണ്ടായിരുന്നു. ചൊറിഞ്ഞപ്പോൾ ചേച്ചി ഇവിടുന്ന് കൊണ്ടുപോയി വെഞ്ചരിച്ച എണ്ണ തേച്ചു. അപ്പോൾ ഇതെൻ്റെ മനസ്സിൽ പെട്ടെന്ന് എന്നെ അത് സ്പർശിച്ചു. അപ്പോൾ ഇത്രയും ചൊറിയുന്ന ഞാൻ ഈ എണ്ണ ഇതുവരെയും തേച്ചില്ലല്ലോ. അപ്പം ഞാൻ കുളി കഴിഞ്ഞിട്ട് ആ എണ്ണ തേച്ചു. അതിനുശേഷം ഞാൻ ഇപ്പം നിങ്ങളോട് സാക്ഷ്യം പറയണമെങ്കിൽ എനിക്ക് ഏതൊക്കെ സോപ്പാണോ അലർജി ആയിട്ട് തോന്നിയായിരുന്നത് ആ സോപ്പുകളെല്ലാം ഞാൻ തേച്ച് നോക്കിയതിട്ടാണ് ഞാൻ നന്നായി പരീക്ഷണം നടത്തിയിട്ട് തന്നെ ഇവിടെ വന്നേ. എല്ലാ സോപ്പുകളും തേച്ചു, എനിക്കൊരു കുഴപ്പവും തോന്നിയില്ല. പിന്നെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന വെഞ്ചരിച്ച എണ്ണയും വെഞ്ചരിച്ച വെള്ളവും വെഞ്ചരിച്ച ഉപ്പും ഇത് 3 ഞാൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു സ്ഥിരമായിട്ട്. ഈ സാക്ഷ്യം ഞാനിത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ലോകം മുഴുവൻ ഇത് അറിയണം. കാരണം ലോകത്തുള്ള അമേരിക്ക മുതൽ ലണ്ടൻ മുതലുള്ളവർ എനിക്ക് സോപ്പും കൊണ്ട് വന്നിട്ടുണ്ട്. കാരണം ഞാൻ ആര് ചോദിച്ചാലും, എൻ്റെ സ്റ്റാഫ്, സ്റ്റുഡൻസോ, ബന്ധുക്കൾ ആര് ചോദിച്ചാലും ഞാൻ അവരോട് പറയും എനിക്ക് സോപ്പ് വേണം. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ റൂമിൽ വന്നോ, ഈ വക സോപ്പുകളെല്ലാം